വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ സുദേശം രഘു, മറ്റു വിശിഷ്ട അതിഥികളെ, CAA നിയമം നടപ്പിലാക്കിയതിന് ശേഷം ഒരുപക്ഷെ ഇലക്ഷൻ്റെ കൂടി സന്ദർഭമായതുകൊണ്ടാവാം, ഒരുപക്ഷെ മുമ്പുണ്ടായ രീതിയിലുള്ള വിപുലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഇന്ന് നമ്മൾ കാണുന്നില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നത്, അതല്ലെങ്കിൽ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത്, CAA എന്ന് പറയുന്ന ഒരു നിയമം വളരെ ധൃതിപ്പെട്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ കാരണം അത് BJPയുടെ ഒരു എലക്ഷൻ സ്റ്റണ്ട് മാത്രമായിട്ട് കാണുന്ന ആളുകളുമുണ്ട്. പക്ഷേ നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഹിന്ദുത്വ ദേശീയതയുടെ, അതല്ലെങ്കിൽ ഹിന്ദു നാഷണലിസത്തിൻ്റെ അതിൻ്റെ ഒരു കോർ അജണ്ടയാണ് ഇന്ത്യയെ ഒരു ഹിന്ദു നാഷനായി സങ്കല്പിക്കുകയും ഇന്ത്യയിലെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം പല സന്ദർഭങ്ങളിലായി അവർ പലതായി പറയുന്ന ഭാരതീയത എന്നോ ഹിന്ദുനെസ് എന്നോ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ പുനർനിർവചിക്കണം, പൗരത്വത്തിൻ്റെ സങ്കല്പത്തെ പുനർനിർവചിക്കണം എന്നുള്ളത് ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. സാധാരണഗതിയിൽ പറയാം, ഇന്ത്യയിലെ ഒരു വിഭജനത്തിൻ്റെ രാഷ്ട്രീയം, മതരാഷ്ട്രീയ വിഭജനം അല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനത്തിൻ്റെ രാഷ്ട്രീയം, അതൊരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് വന്നത് എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ലാലാ ലജ്പത് റായ് ഹിന്ദുക്കളുടെ എസെൻഷ്യൽ ഹോംലാൻഡാണ് ഇന്ത്യ എന്ന് പറയുന്നൊരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ വളരെ വിശദമായിട്ട് തന്നെ വരുന്ന പ്രഭാഷകർ സംസാരിക്കാൻ ഇടയുള്ളൊരു വിഷയമാണ്. ഒരു പക്ഷേ 1920 വരെ ഉള്ള കാലഘട്ടത്തിൽ സാംസ്കാരിക ദേശീയത എന്ന പേരിൽ, അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദു ദേശീയത നമ്മുടെ രാഷ്ട്രീയ പരിസരത്ത് മേൽക്കൈ കിട്ടുന്നതിനുള്ള കാരണം എന്തായിരുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു ആർട്ടിക്കുലേഷൻ്റെ കാരണം എന്തായിരുന്നു? ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ പൗരത്വ നിഷേധത്തിൻ്റെയും പൗരത്വത്തിന് മേലുള്ള നിർവചനങ്ങളുടെയും പൗരത്വത്തിന് മേലുള്ള സംഘർഷങ്ങളും എങ്ങനെയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതിനു മുമ്പ് എന്താണ് ഈ പൗരത്വം എന്നതിന് ഇത്ര വലിയൊരു പ്രാധാന്യം? എന്താണ് ഒരുപക്ഷെ എന്താണ് പൗരനാകുമ്പോൾ നമുക്ക് കിട്ടുന്നത്? എന്താണ് പൗരത്വം എന്ന സങ്കല്പത്തിന് ആധുനിക രാഷ്ട്രീയ വ്യാകരണത്തിലുള്ള പ്രസക്തി, അതിൻ്റെ നടത്തിപ്പിലുള്ള പ്രസക്തി? അപ്പോൾ അന്ന ഹാർനെട്ട് എന്ന് പറയുന്ന അവർ ജ്യൂ ആയിരുന്നു. ഹോളോകോസ്റ്റൊക്കെ കണ്ട, നാസി ജർമ്മനിയുടെ പീഡനങ്ങൾ കണ്ട അനുഭവങ്ങൾ അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നിർവചനം പൗരത്വത്തെക്കുറിച്ചുണ്ട്. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു ഹാവ് റൈറ്റ്, അവകാശങ്ങൾ ഉണ്ടായിരിക്കാനുള്ള അവകാശമാണ് പൗരത്വം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഥവാ നമ്മൾ മനുഷ്യനായതുകൊണ്ടോ ഭൂമിയിൽ ജനിച്ചതുകൊണ്ടോ മാത്രം നമുക്ക് അവകാശങ്ങൾ വന്നു ചേരുന്നില്ല, പ്രത്യേകിച്ചും ആധുനിക രാഷ്ട്രീയ ക്രമത്തിനുള്ളിൽ. നിങ്ങളൊരു രാഷ്ട്രീയ സമുദായത്തിലെ പൗരനാവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവകാശം കിട്ടുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളെ ഞാനിപ്പോൾ അധിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം, പരാതി കൊടുക്കാം, ആ അധിക്ഷേപത്തിനെതിരെയുള്ള നിയമ നടപടികൾ കൊള്ളാം. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്തിലെ പൗരനായതുകൊണ്ടാണ്. പൗരത്വം എന്ന സങ്കല്പത്തിൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവകാശവും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ കിട്ടുന്നത്. നിങ്ങൾ പൗരനല്ലെങ്കിലും, രാഷ്ട്രമില്ലാത്ത ഒരാളാണെങ്കിലും, അവകാശങ്ങൾ ചോദിക്കാൻ പോലുമുള്ള അവകാശമില്ലാത്ത ആളാണെങ്കിലും,
ഇതൊരു പക്ഷേ ലോകത്ത് നമുക്കറിയാം റെഫ്യൂജീസ് എന്നൊക്കെ പറയുന്ന പേരിൽ നമ്മൾ അറിയുന്ന ആളുകൾക്ക് ഇത്തരം അവകാശങ്ങളില്ല. ഈ അവകാശങ്ങൾ എടുത്തു കളയുന്നതോടുകൂടി ഒരുപക്ഷെ മനുഷ്യ പദവിയിൽ നിന്ന് തന്നെ അവർ എടുത്തു കളയപ്പെടുകയാണ്. അപ്പൊ ഈ അവകാശം സകല മനുഷ്യർക്കും നാച്ചുറലി അത് നൽകപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഉദാത്തമായ ജനാധിപത്യ മാനവിക സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഹിന്ദുത്വ ദേശീയവാദം അതിൻ്റെ മാർഗദർശികൾ, അതിൻ്റെ സൈദ്ധാന്തികർ, ഗുരുജി ഗോൾവാൾക്കർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ആർക്കാണ് ഇന്ത്യയിൽ പൗരത്വം? ഇന്ത്യ ഹിന്ദു ഹോംലാൻഡ് ആണെന്നും ഈ ഹിന്ദു ഹോംലാൻഡ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പുണ്യഭൂമിയായ ഇന്ത്യയിൽ സവിശേഷമായിട്ടുള്ള പ്രിവില്ലേജ് അവർക്കാണ് ലഭിക്കേണ്ടതെന്നും ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളെ പല രീതിയിൽ പല സന്ദർഭങ്ങളിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർസികളും ജൂതന്മാരും അവർ ഗസ്റ്റുകളാണ്, അതായത് അവർ അതിഥികളാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർ ഇൻവേഡേഴ്സോ അതല്ലെങ്കിൽ ട്രൈറ്റേഴ്സോ ഇമിഗ്രൻസോ ആണ്. അവർക്ക് ഈ രാജ്യത്ത് അവരുടെ പൊസിഷൻ എന്താണ്, അവരുടെ ഈ രാജ്യത്തിലെ പൊസിഷൻ ഒരവകാശവും ചോദിക്കാം. വേണമെങ്കിൽ അവർക്ക് ഈ ഇന്ത്യയുടെ മെയിൻ സ്ട്രീം സംസ്കാരവുമായി ലയിച്ചു ചേരാം. അതല്ലെങ്കിൽ അവർക്ക് ഒരു പൗരാവകാശം പോലും ചോദിക്കാതെ ഇവിടെ ജീവിക്കാം എന്നുള്ളത് എഴുതി വെക്കപ്പെട്ട പ്രിൻസിപ്പിളാണ്. അപ്പൊ ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ആണ് പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള സംഗതികളിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം. ഇതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ഒരു സങ്കല്പം ഇപ്പോൾ വളരെ തീവ്രമായി വരുന്നത്? ഇതിന് ചരിത്രപരമായിട്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഈ ഒരു സങ്കല്പത്തിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള കോണ്ടസ്റ്റേഷൻ ഇന്ത്യയിൽ നടന്നിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ദേശം, രാഷ്ട്രം, ഈ ഇന്ത്യ എന്ന ദേശരാഷ്ട്രം എങ്ങനെയായിരിക്കണം അതിൻ്റെ സ്വഭാവം എന്നുള്ളതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള സംവാദങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമരങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലും നടന്നിരുന്നു. അപ്പൊ പൗരത്വം കൊടുക്കുന്നത് സാധാരണഗതിയിൽ സ്റ്റേറ്റ് ആണല്ലോ, ഭരണകൂടമാണ് നമുക്ക് പൗരത്വം നൽകുന്നത്. പക്ഷേ ഈ ഭരണകൂടത്തിന് നിർണയിക്കുന്ന സാംസ്കാരിക സവിശേഷതകൾ, നാഷൻ എന്ന് പറയും, ദേശം എന്ന് പറയും, ഈ ദേശത്തിന്റെ നിർവചനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സംവാദങ്ങൾ ഒരു ഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ ജാതി വ്യവസ്ഥക്കുള്ളിൽ ഒരു ദേശം എന്ന സങ്കല്പം ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിൽ വിഭജിതമായിട്ടുള്ള ഇന്ത്യയിലെ ദേശം എന്ന സങ്കല്പത്തിന് നിർവചിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ അവർ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം എന്തായിരുന്നു? പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള കീഴാളരാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, ഈ കീഴാളരാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ദേശത്ത് നിർവചിച്ചത് സാംസ്കാരികതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എനിക്കും നിങ്ങൾക്കും ഈക്വൽ കൊമറേഡ്ഷിപ്പ്, ഒരേ തരത്തിലുള്ള ഫീലിംഗ് കൈമാറാൻ പറ്റുന്ന ഒരു സ്ഥലം. അതെങ്ങനെ സാധ്യമാവും? അവിടെ ഉച്ചനീചിത്വങ്ങളോ മതജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഭേദവ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാവുന്ന സ്ഥലം, അതിൻ്റെ പ്രിൻസിപ്പിൾ ഇക്വാലിറ്റി ആയിരിക്കണം, നീതിബോധമായിരിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ നാഷനെ നിർവചിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷുകാർ വരുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഒരുപക്ഷെ ഹിന്ദുത്വ ദേശീയവാദത്തിൻ്റെ അതിൻ്റെ ആദ്യ രൂപങ്ങൾക്ക് മുഴുവൻ ഉള്ളത് എന്ന് നമുക്കറിയാം. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവര് ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുകയും ഈ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പം ഓറിയന്റലിസ്റ്റ് പഠനങ്ങളൊക്കെ ഇന്ത്യയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളിൽ അവരോടൊപ്പം ഒപ്പുചേരുകയും എന്താണ് ഇന്ത്യ എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് ഒരു ഹിന്ദു സെൻറ്റേർഡായിട്ട് നിർവചിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ നിർവചിക്കുമ്പോൾ മാത്രമാണ് അതിനു മുമ്പുണ്ടായിരുന്ന മുസ്ലിം ഭരണകൂടങ്ങളെയൊക്കെ അവരുടെ അടിമത്തത്തിന് കീഴിലായിരുന്നു നിങ്ങൾ എന്നുള്ളൊരു ചരിത്ര നിർമ്മിതി അവർക്ക് സാധ്യമാകുമായിരുന്നത്.
അപ്പോൾ ആ ചരിത്ര നിർമ്മിതിക്ക് വേണ്ടി തന്നെ ഹിന്ദു എന്ന സങ്കല്പത്തിനെ ഉണ്ടാക്കിയെടുക്കണം. അതിനു മുമ്പ് ഒരുപക്ഷെ വളരെ വിശദമായി അടുത്ത സെഷനുകളിൽ സംസാരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ വശത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരുപക്ഷെ സമുദായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, വിവിധങ്ങളായ സമുദായങ്ങൾ. ഇപ്പോൾ നാമശൂദ്ര മൂവ്മെന്റ് ഉണ്ടായിരുന്നു ബംഗാളിൽ, ജ്യോതിറാവ് ഫൂലെയുടെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ, കേരളത്തിൽ ഒരുപക്ഷെ അയ്യങ്കാളി മുതൽ ശ്രീനാരായണ ഗുരു മുതലുള്ള മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഈ മൂവ്മെന്റുകൾ മുഴുവനും സാമൂഹികമായിട്ടുള്ള സമത്വത്തിനും സാമൂഹികമായിട്ടുള്ള നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ഈ സാമൂഹികമായിട്ടുള്ള സമത്വം, സാമൂഹികമായിട്ടുള്ള നീതി, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നാഷനെ വിഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഒരുപക്ഷെ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്ക് വരെ അതൊരു ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടി വരികയും, അതുപോലെ ഇന്ത്യയിലുള്ള ബ്രാഹ്മിൻ അപ്പർ കാസ്റ്റ് ഡൊമിനന്റ് മൈനോറിറ്റിക്ക് മാത്രമായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിലും ഭരണ നിർവഹണ രംഗത്തൊക്കെ മേധാവിത്വം ഉണ്ടായിരുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ മേധാവിത്വം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ ഈ മൂവ്മെന്റ് ശക്തമായപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇവരെയും ഇവരുടെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി. പല പ്രിൻസ്ലി സ്റ്റേറ്റുകളിലും ബ്രിട്ടീഷ് റെസിഡൻസുകളിലും സംവരണം പോലുള്ള സംഭവങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ഈ ഡൊമിനന്റ് മൈനോറിറ്റി, ഒരു വൈദിക പാരമ്പര്യത്തിന്റെ ജാതി വർണ്ണഭേദത്തെ ഒരു ഇന്ത്യയുടെ ഓർഡറാക്കി നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആളുകൾ ഹിന്ദു എന്ന സങ്കല്പത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക ദേശീയതയുടെ മൊബിലൈസേഷൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലാലാ ലജ്പത് റായിനെ പോലുള്ള ആളുകൾ ഇന്ത്യ എസെൻഷ്യലി ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് ലേഖനം എഴുതുന്നത്. പിന്നീട് അദ്ദേഹം അത് വിശദമായിട്ട് ട്രിബ്യൂൺ എന്ന പത്രത്തിൽ 12ഓളം സീരീസ് ആയിട്ട് ലേഖനം എഴുതുകയും അത് വിശദമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു സങ്കല്പം, ഹിന്ദു എന്ന സങ്കല്പം കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയാണ്. ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കപ്പെടുകയും ആ മെജോറിറ്റിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ സ്റ്റേറ്റ് സ്ട്രക്ചറിനെയൊക്കെ നിർണ്ണയിക്കേണ്ടത് എന്നുള്ള ഒരു വാദം ഒരു ഭാഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, സാഹോദര്യബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നേഷൻ എന്നുള്ള ഒരു സങ്കല്പം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ആന്റി കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഇന്ത്യയെ ഒരു സെക്യുലർ മോഡേൺ നാഷൻ സങ്കല്പത്തെ, ഒരു ആന്റി കൊളോണിയൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ മുഴുവൻ ജനവിഭാഗങ്ങളും പങ്കെടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാം മലബാറില് 1921 നടന്നിട്ടുള്ള മലബാർ റബലിയൻ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഈ റബലിയനുകൾ. അപ്പൊ ഇതിന്റെ ഒരു സ്പിരിറ്റ്, ഒരു കോമൺ ഫീലിംഗ് ആണ്. അപ്പൊ ഈ സ്പിരിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദേശീയതാ സങ്കല്പം ഉയർന്നു വരണമെന്ന് ഒരു ഭാഗത്ത് ആളുകൾ പറയുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ പൗരത്വ സങ്കല്പവും വികസിക്കുന്നത്. അപ്പൊ സാധാരണ പൗരത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൗരത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? റൈറ്റ് എൻടൈറ്റിൽമെന്റ്സ്, അവകാശങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ പൗരനാവുന്നതോടുകൂടി. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പൊളിറ്റിക്കൽ വില്ല്, നിങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛ പ്രകടിപ്പിക്കാൻ ഉള്ള അവസരം ലഭിക്കുന്നു. സാമൂഹികമായിട്ട് ഉള്ള ജീവിതത്തിൽ ഇടപഴകുവാനും സാമൂഹികമായിട്ട് ഇടപഴകാനുള്ള അവസരം ലഭിക്കുന്നു. സ്റ്റേറ്റ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരുപാട് അവകാശങ്ങൾ ലഭിക്കുകയാണ്. അപ്പോൾ ഈ പൗരത്വം രൂപീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഒരു സ്റ്റേജിൽ 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മളെല്ലാവരും പൗരന്മാരായി തീരുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് സാമൂഹികമായിട്ടുള്ള ഈ അവകാശങ്ങൾക്ക് വേണ്ടി അതിന് മുന്നിൽ നടന്നിട്ടുള്ള സമരങ്ങളുടെ ഒരു ചരിത്രം. ഈ സമരങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ പബ്ലിക് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, അവകാശം എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. ജാതി വ്യവസ്ഥക്കുള്ളിൽ എവിടെയാണ് അവകാശം എന്നുള്ള സങ്കല്പം? അവകാശം എന്നുള്ള സങ്കല്പം എങ്ങനെയാണ് ഉണ്ടായത്? നമ്മുടെ പൊതു ഇടങ്ങൾ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശം ആരാണ് സ്ഥാപിച്ചു കൊടുത്തത്? അതിന് നടന്നിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം ഈ എടവനക്കാടും ചെറായിൽ നിന്നിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആ പോരാട്ടങ്ങൾ അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഒരുപക്ഷെ ബംഗാളിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. ഈ പോരാട്ടങ്ങളിലൂടെയാണ് പബ്ലിക് എന്ന് പറയുന്ന ഐഡിയ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്, അവകാശങ്ങളെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടാവുന്നത്. അതിനെല്ലാം ഉപരി ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യന്റെ അന്തസ് എന്ന സങ്കല്പം ഇവിടെ വന്നിട്ടുള്ള
മുസ്ലിങ്ങളും ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ സാമൂഹിക നവോത്ഥാന പ്രവർത്തകരും ഒരുപക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ റിയൽ വോയിസുകൾ, യഥാർത്ഥ ശബ്ദങ്ങൾ എന്നുള്ളവർ പുറപ്പെടുവിച്ചിട്ടുള്ള നീതിയുടെ ശബ്ദങ്ങളാണ് മനുഷ്യന് അവകാശങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് ഒരുപക്ഷെ മനുഷ്യൻ എന്നുള്ള സങ്കല്പം ഗ്രേഡഡ് ആണ്. ഒരു പ്രത്യേക കൂട്ടർക്ക് പ്രത്യേക രീതിയിലുള്ള പ്രിവിലേജ്, മറ്റൊരു കൂട്ടർക്ക് പ്രത്യേക രീതി, മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും മനുഷ്യത്വ പദവിയിൽ നിന്ന് നിരാകരിക്കുകയും അവരെ മനുഷ്യരായി തന്നെ കാണാൻ തയ്യാറാവുകയും ചെയ്യാതിരുന്ന അവസ്ഥയിൽ ഡിഗ്നിറ്റി എന്നുള്ള സങ്കല്പം ഈ പോരാട്ടങ്ങളിലൂടെ ഉണ്ടായിത്തീരുകയും ആ പോരാട്ടങ്ങളുടെ ഒരു അന്തസത്ത നമ്മുടെ ഭരണഘടനാ നിർമ്മാണ വേദികളിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് പൗരത്വ സങ്കല്പത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ അപ്പോഴും സജീവമായിരുന്നു തീവ്ര ഹിന്ദു ദേശീയവാദത്തിന്റെ പൗരത്വ സങ്കല്പങ്ങൾ. ഭരണഘടനാ നിർമ്മാണ വേളയിൽ നമ്മൾ ആലോചിക്കണം, ആ സമയം കുറച്ച് ഫ്രോട്ടഡ് ആയിട്ടുള്ള സമയം കൂടിയാണ്. വിഭജനത്തിന്റെ സമയമാണ്, പാർട്ടീഷന്റെ സമയമാണ്. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ റെഫ്യൂജീസ് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു വളരെ എന്താ പറയുക സംഘർഷഭരിതമായിട്ടുള്ള സന്ദർഭമാണ്. ആ സമയത്ത് ഭരണഘടനാ അസംബ്ലിയിൽ പി.എസ്. ദേശ്മുഖ് പോലുള്ള ചില ആളുകൾ പറഞ്ഞു, ഇന്ത്യ ഹിന്ദുക്കളുടെ നാച്ചുറൽ ഹോമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും അതങ്ങനെയല്ല വേണ്ടത് എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ ഒരു എത്നോ നാഷണൽ, അതെന്ന് പറയുക ഒരു വിഭാഗത്തിന്റെ മാത്രം നിർവചിക്കുന്ന ഒരു രാഷ്ട്രമല്ല എന്ന പ്രഖ്യാപനം ആ സന്ദർഭത്തിൽ തന്നെ എടുക്കാൻ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റുകളിൽ, പ്രത്യേകിച്ചും അംബേദ്കറുടെ ഡ്രാഫ്റ്റ്, അതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ചർച്ചകളൊക്കെ വളരെ വിശദമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം മറന്നുകൊണ്ട് നമുക്കൊരിക്കലും ഒരു പൗരത്വ സങ്കല്പത്തെ, ദേശസങ്കല്പത്തെ സങ്കല്പിക്കുവാൻ സാധ്യമല്ല എന്ന് ഇന്ത്യയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ പൗരത്വം അന്ന് തന്നെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങളെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ പൗരത്വം ഒരിക്കലും അങ്ങനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിതമായിട്ടുള്ള ഒരു പൗരത്വ സങ്കല്പമായിരിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, വിഭജനത്തിന്റെ തീക്ഷ്ണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ്. 1947 മുതൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തീരുമാനം വരുന്നത്. പക്ഷേ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത്, ഇത് ഒരു പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തെ മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ പൗരത്വ സങ്കല്പം മതകീയമായിട്ടുള്ള ഒരു നിർവചനത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കളുടെ ഹോംലാൻഡ് ആണ് എന്നുള്ള ഈ സങ്കല്പത്തിന് അടിവരയിടുന്ന രീതിയിലേക്ക് പൗരത്വ സങ്കല്പത്തെ മാറ്റിമറിക്കുവാൻ സാധിച്ചു. ഇതിൻ്റെ അടുത്തപടി എന്താണ്? ഇതിൻ്റെ അടുത്തപടി ഒരുപക്ഷെ പൗരത്വ നിഷേധമാണ്. ഒരുപക്ഷെ എന്നതല്ല, പൗരത്വ നിഷേധമാണ്. പൗരത്വ നിഷേധം ആളുകളെ എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പൗരത്വ നിഷേധം വംശഹത്യയിലേക്കും അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്കും, ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്കും ആളുകൾ എത്തിക്കുന്ന ഒരു നടപടിക്രമമാണ്. രണ്ട്, ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? ഈ പൗരത്വ CAA ബില്ലിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ റെഫ്യൂജീസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല കാര്യമല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിലെ റെഫ്യൂജീസിന്, ലോകത്ത് തന്നെ ഇന്ത്യയിൽ ഏറ്റവും റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ എണ്ണത്തിൽ കൂടുതൽ റെഫ്യൂജീസ് വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ നിന്ന്. നമുക്കറിയാം, ശ്രീലങ്കയിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ശേഷം ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ പട്ടികയിലില്ല. പിന്നെ ആരാണ് പട്ടികയിലുള്ളത്? പാകിസ്ഥാനിൽ നിന്നും, നമ്മുടെ അയൽരാജ്യം പോലും അല്ലാത്ത അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം എന്നുള്ളത് ഈ പൗരത്വ വ്യവഹാരങ്ങളിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക? റെഫ്യൂജീസിനെ എല്ലാവരും സ്വാഗതം ചെയ്യാൻ റെഡിയാണ്, അല്ലെ? കഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ മ്യാൻമറിൽ റെഫ്യൂജി ഉണ്ട്, സിറിയയിൽ റെഫ്യൂജി ഉണ്ട്, നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് റെഫ്യൂജികളുണ്ട്. പല രീതിയിൽ പ്രയാസം. നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, നമ്മൾ ഒരുപക്ഷെ നമുക്ക് അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. രാഷ്ട്രമില്ലാതെ, ഒരു രാജ്യത്തെയും പൗരനല്ലാതെ സിറിയയിലെ ഒരു ബാലൻ, ആളുകളൊക്കെ ഈ കടലിടുക്കിലൂടെ ഇങ്ങനെ നടന്നതുപോലെ നടക്കുന്ന ഒരവസ്ഥ ഭീകരമായ അവസ്ഥയാണ്. അവരെ മാനുഷികമായിട്ട് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതിന് ഒരു പക്ഷേ അതല്ലല്ലോ ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞ മുസ്ലിമിനെ പൗരത്വത്തിന്റെ വ്യവഹാരങ്ങളിൽ കേന്ദ്രത്തിൽ കൊണ്ടുവരിക. എങ്ങനെ കേന്ദ്രത്തിൽ കൊണ്ടുവരിക? ഇവരൊരു പ്രശ്നക്കാരാണ്.
മുസ്ലിം എന്നുള്ളത് ഒരു പ്രശ്നകരമായിട്ടുള്ള ഒരു അസ്തിത്വമാണ് എന്നുള്ളതിനെ വ്യവഹാരങ്ങളിലൂടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വിവിധ സമുദായങ്ങളും സമൂഹങ്ങളുമായി കഴിഞ്ഞിരുന്ന ജനവിഭാഗങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വാലിറ്റിയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിലുള്ള നേഷൻ എന്ന സങ്കല്പത്തെ പുലർത്തിയിരുന്നപ്പോൾ ആളുകളെ ഹിന്ദു എന്ന ഒരു സങ്കല്പത്തിന് കീഴിൽ ഏകീകരിക്കുകയും ചെയ്യുക എന്നുള്ള അജണ്ടയാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സംഭവിക്കുന്നത്. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒരുപക്ഷെ അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മാർഗദർശികൾ അതല്ലെങ്കിൽ ഇന്ത്യയിലെ തീവ്ര ഹിന്ദു ദേശീയതയെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റുകൾ പൂർത്തിയാക്കി ഭരണഘടന ഡ്രാഫ്റ്റ് ചർച്ചകൾ നടത്തി അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ അത് പാസ്സാക്കുന്ന ഒരു മൊമെന്റിൽ എനിക്ക് തോന്നുന്നു 1949 ഓർഗനൈസറിൽ വന്നിട്ടുള്ള ഒരു കോട്ടുണ്ട്. ആ ഓർഗനൈസറിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൊമെന്റുകളെ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം എന്താണ്? എത്രയോ മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള മനുസ്മൃതി പോലുള്ള സംഗതികൾ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ അതിനോടുള്ള അഡ്മിറേഷൻ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ കാണാനില്ല. ഈ കാണാനില്ല എന്ന് പറയുന്നതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ജനകീയമായിട്ടുള്ള സമരങ്ങളിലൂടെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലൂടെ സ്ഥാപിതമായിട്ടുള്ള പൗരാവകാശ സങ്കല്പങ്ങൾ, ഈ പൗരാവകാശ സങ്കല്പങ്ങൾക്ക് മേൽ അവർ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ശ്രേണീകൃതമായിട്ടുള്ള ഒരു സങ്കല്പം, ഒരുപക്ഷെ മനുഷ്യൻ ഒരു കൂട്ടം മനുഷ്യർ മറ്റൊരു മനുഷ്യരെ അടിമകളാക്കി വെക്കുന്ന ഒരു സങ്കല്പം, ആ സങ്കല്പത്തിൻ്റെ അടരുകൾ കാണാനില്ല എന്നും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം പല ഘട്ടങ്ങളിലും ഈ സംഘ് പരിവാർ സംഘടനകൾ എന്തായിരുന്നു ഭരണഘടനയോടും അതുപോലെ തന്നെ ത്രിവർണ്ണ പതാകയോടൊക്കെ സ്വീകരിച്ചിരുന്ന സമീപനങ്ങൾ എന്തായിരുന്നു നമുക്കറിയാം. പക്ഷെ ഇന്ന് അവർ തന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭരണഘടനയിലൂടെ തന്നെ ഇതൊക്കെ നടപ്പിലാക്കുന്നുള്ള. അതുകൊണ്ട് തന്നെ പലരും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പ്രയോഗം പല രാഷ്ട്രീയ വിദഗ്ധന്മാരും പറയുന്നുണ്ട്. അതായത് ഭരണഘടനയെ വളരെ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് മാത്രം വായിക്കുകയും ആ സാങ്കേതികമായ വായനയിലൂടെ ഹിന്ദുത്വ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും എന്നാണ് ഇന്ന് RSS പറയുന്നത്. നരേന്ദ്രമോദി അതാണ് പറയുന്നത്. നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിലോ പ്രസംഗത്തിലോ പറഞ്ഞു, ഇന്ത്യയിലുള്ള പ്രതിപക്ഷ കക്ഷികൾ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഞങ്ങൾ ആണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത്, ഞങ്ങൾ ഭരണഘടനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഭരണഘടനയുടെ യഥാർത്ഥ അന്തസ്സത്തെ സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പുനർനിർവചിക്കുകയും അതിൻ്റെ സങ്കല്പങ്ങളെ, ഇപ്പോൾ അതിലെ പലതരത്തിലുള്ള സങ്കല്പങ്ങളെ അത് അട്ടിമറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ ഇവിടെ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നു, ഫെഡറലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. ഈ എന്തിനായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്വങ്ങൾ എഴുതി ചേർത്തത്? ഫെഡറലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്വങ്ങൾ എന്തിനായിരുന്നു ഇന്ത്യയിൽ എഴുതി ചേർക്കപ്പെട്ടത്? അത് ആരുടെ ഡിമാൻഡായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, പൗരാവകാശങ്ങൾ, വ്യക്തിയുടെ അവകാശങ്ങൾ, പബ്ലിക്കിൽ എല്ലാവർക്കും ഇടപഴകാനുള്ള പൊതു എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയിലുള്ള സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് എഴുതി വെക്കപ്പെട്ടതെങ്കിൽ അതിനൊരു സമരങ്ങളുടെ ഒരു ചരിത്രമുണ്ട് എന്നതുപോലെ തന്നെയാണ്. എന്തിനായിരുന്നു സംവരണം? നമുക്കറിയാം 1930 വരെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു വാദം സമുദായങ്ങൾ, പലതരം സമുദായങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ വാദം ഒരു ഘട്ടത്തിൽ ആന്റി കൊളോണിയൽ മൂവ്മെന്റിന്റെ ഒരു ഘട്ടത്തിൽ അത് ഇന്ത്യയിലുള്ള
ദേശീയ നേതാക്കന്മാർക്കിടയിൽ ഒരു 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 ഇപ്പോൾ നമുക്കറിയാം ഗാന്ധിയുടെ പൂനെ സത്യാഗ്രഹവും അംബേദ്കറിന്റെ ഇടപെടലുകളും അതിനുശേഷം പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് എത്തുകയാണ്. പുതിയൊരു ദേശരാഷ്ട്രം, ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ഒരു രാജ്യം വരികയാണെങ്കിൽ ആ രാഷ്ട്രത്തിനകത്ത് സ്വാതന്ത്ര്യം എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഈക്വലായിട്ടുള്ള പാർട്ടിസിപ്പേഷന്റെ അവസരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രഘടനയായിരിക്കും സ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന വിവിധ സമുദായങ്ങളോട് നടത്തിയിട്ടുള്ള കോൺട്രാക്റ്റുകൾ വളരെ വിപുലമാണ്. അപ്പൊ സംവരണത്തെക്കുറിച്ച് വാദിക്കുമ്പോൾ ഈ കീഴാളരാക്കപ്പെട്ട ജനതകളുടെ നേതാക്കന്മാർ ആ ജനതകൾ മുഴുവനും പറഞ്ഞത് അതല്ലെങ്കിൽ സംവരണം പോലുള്ള തത്വങ്ങൾ ഇല്ല എങ്കിൽ ഇന്ത്യ ഒരു മെജോറിറ്റേറിയനിസത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ദേശീയത അത് ഹിന്ദു മെജോറിറ്റി ആയിട്ട് അതിനെ സ്വയം സങ്കല്പിക്കുകയും അതിനെ ദേശീയതയായിട്ട് നിർവചിക്കുകയും ഏറ്റവും മൈനോറിറ്റിയുടെ അവകാശവാദങ്ങളെ പലപ്പോഴും സാമുദായികവാദമായിട്ട് തള്ളിക്കളയുകയും മറ്റുള്ള വാദങ്ങളെ ദേശീയതയായിട്ട് സെക്യുലറിസമായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ സംവരണം പോലുള്ള തത്വങ്ങളില്ലെങ്കിൽ ഇന്ത്യ ഒരു മെജോറിറ്റേറിയൻ കൺട്രി ആയിട്ട് തുടരുമെന്നുള്ള വളരെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണം പോലുള്ള തത്വങ്ങൾ എഴുതി ചേർക്കപ്പെട്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ശക്തികൾ ഇന്ത്യയെ ഒരു ഹിന്ദു മെജോറിറ്റേറിയൻ ഹിത്തോസിൽ നിർവചിക്കാവുന്ന ശക്തികൾ വളരെ പ്രബലമായിരുന്നു. ഫെഡറലിസത്തെ കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ എല്ലാവരും ഫെഡറലിസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതും ഹിന്ദു മെജോറിറ്റേറിയനിസത്തിനെ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരം, ഒരു സന്ദർഭം എന്ന നിലക്കാണ്. പക്ഷേ നമുക്കറിയാം അതെല്ലാം ഭരണഘടനയുടെ ഈ തത്വങ്ങളെല്ലാം തന്നെ ഒരു മെജോറിറ്റേറിയൻ ഭൂരിപക്ഷവാദത്തിലേക്ക് പോകുന്നതിന് ചെക്ക് ആൻഡ് ബാലൻസായി എഴുതി ചേർക്കപ്പെട്ട സമരങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള ഇതെല്ലാം തന്നെ പല രീതിയിലുള്ള സാങ്കേതികതകളിലൂടെ അട്ടിമറിക്കുകയും അതിൻ്റെ ഏറ്റവും ഒടുവിൽ പൗരത്വം എന്ന സങ്കല്പത്തെ തന്നെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ വിജയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെയാണ് പലരും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിന്ദുത്വം എന്ന് പറയുന്നത്. അവര് ഒരുപക്ഷെ ജനാധിപത്യ പ്രക്രിയക്ക് അകത്ത് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്ഥാപിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഭരണഘടനയെയോ അതല്ലെങ്കിൽ ഭരണഘടനയെയോ വളരെ സാങ്കേതികമായി വ്യാഖ്യാനിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന എന്ന് പറയുന്നത് അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ CAA നേരത്തെ പറഞ്ഞ പോലെ അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഒരുപക്ഷെ 1930 മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ചർച്ചകളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ അടുത്ത സെഷനിൽ മോഹൻ ഗോപാൽ സാർ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കും. കമ്മ്യൂണിറ്റികളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള സംവാദങ്ങൾ ഇന്ത്യയിൽ വളരെ പ്രബലമായിരുന്നു. അത് ഒരു ദേശീയമായിട്ടുള്ള സമവായത്തിലൂടെയും കോൺട്രാക്റ്റിലൂടെയുമാണ് അതിൽ നിന്ന് പല സമുദായങ്ങളും പിൻവലിഞ്ഞത്. ഒരുപക്ഷെ EWS അടക്കമുള്ള സംഗതികൾ വരുമ്പോൾ ഇനി എങ്ങനെയാണ് ഒരുപക്ഷെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്നുള്ളതായിരിക്കും പുതിയ രീതിയിൽ ഹിന്ദുത്വ മെജോറിറ്റേറിയനിസത്തിനെതിരായിട്ടുള്ള ഒരു ചലഞ്ച് വെക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അടക്കം അത്തരം വാദഗതികൾ വളരെ പ്രബലമായി ഇപ്പോൾ വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ അതിൻ്റെ സ്പിരിറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയും ഒരുപക്ഷെ പുറത്ത് വളരെ പ്രബലമായിരുന്ന ഹിന്ദു ദേശീയവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർവചിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് അനുഗുണമാവുന്ന രീതിയിൽ സ്റ്റേറ്റ് മെഷീനറി ഒക്കെ നടത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ, ഇതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ CAA ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രക്ഷോഭങ്ങൾ, CAAക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കാനുള്ള പ്രക്ഷോഭങ്ങൾ കൂടിയാണ്. ഇന്ത്യയിലെ യഥാർത്ഥ രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കാനുള്ള പ്രക്ഷോഭങ്ങൾ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് ആയതിനു ശേഷം തന്നെ ഡോക്ടർ അംബേദ്കർ നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. നമ്മൾ ഇനി ഒരു കോൺട്രഡിക്ടറി ലൈഫിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത് അത് പാസ്സാക്കിയതിന് ശേഷം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം, നമ്മളൊരു ലൈഫ് ഓഫ് കോൺട്രഡിക്ഷനിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. എന്താണ് ഈ ലൈഫ് ഓഫ് കോൺട്രഡിക്ഷൻ? ഒരു ഭാഗത്ത് നമുക്ക് പൊളിറ്റിക്കൽ റൈറ്റുകൾ ഉണ്ട്, അല്ലെ? നമ്മളെല്ലാവരും സിറ്റിസണാണ്, പൗരാണ്. പക്ഷേ സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായിട്ടുമുള്ള പൗരത്വം
അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുമില്ല. നിങ്ങൾ പൗരനായിരിക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക്, അതുപോലെ തന്നെ പിന്നാക്ക സമുദായങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഇന്ത്യയിലുള്ള ഡൊമിനന്റ് മൈനോറിറ്റി എന്ന് പറയുന്ന അതേ സമുദായങ്ങളുടെ പ്രിവിലേജ് അല്ല, രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഒരു 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 സെക്കൻഡ് ക്ലാസ് സിറ്റിസന്റെ സ്ഥാനമാണ് പലപ്പോഴും ലഭിക്കുക. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, നിങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ, പൊതുനിരത്തുകളിൽ പോലും ഈ ദളിത് അട്രോസിറ്റീസിന്റെ കഥകൾ ഒക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്, ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും, യൂണിവേഴ്സിറ്റി സ്പേസുകൾക്കകത്ത് പോലും വിവേചനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ ഈ സാഹചര്യത്തെ, ഇത് സാമൂഹികമായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ കോൺട്രഡിക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും ആ കോൺട്രഡിക്ഷനെ ഭേദിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഭരണഘടനയുടെ എസൻസ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും അംബേദ്കർ അന്നേ വാൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭരണഘടനയെ സാങ്കേതികമായിട്ട് വായിക്കുകയും അതിനെ ഭരണഘടനയുടെ വളരെ മൗലികമായിട്ടുള്ള പ്രിൻസിപ്പളായിട്ടുള്ള, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് നയിച്ചിട്ടുള്ള, എന്തിനായിരുന്നു നമുക്കൊരു ഭരണഘടന ആവശ്യമായി വന്നത്? എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങൾ മുഴുവനും പോരാടിയത്? ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പോരാടിയത് നമ്മൾ സ്വയം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിർണയിക്കുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, പൊളിറ്റിക്കൽ ഫ്രീഡം എന്നുള്ള ഒരു തത്വത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ സാമൂഹിക പ്രസ്ഥാനങ്ങൾ, സമുദായങ്ങൾ, ഇന്ത്യയിലെ വിവിധ സമുദായങ്ങൾ മുഴുവനും പോരാടിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സാമൂഹിക നീതിക്കും അതുപോലെ തന്നെ അസമത്വങ്ങൾക്കുമെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ ഫ്രീഡം, സോഷ്യൽ ഫ്രീഡം, സാംസ്കാരികമായ സ്വാതന്ത്ര്യം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടും അതിന്റെ ആകെത്തുകയായിട്ടുമാണ് ഭരണഘടന നിലവിൽ വന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ തന്നെ ഈ പ്രിൻസിപ്പിളിനെ മുഴുവനും അട്ടിമറിക്കുകയും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരുപക്ഷെ ഒരു ഡൊമിനന്റ് മൈനോറിറ്റിയുടെ ഒരു ആധീശത്വമുള്ള ഒരു ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങളുടെ നിർവഹണം മാത്രമുള്ള കേന്ദ്രങ്ങളാക്കി അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ സാങ്കേതികമായിട്ട് തുടങ്ങിക്കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇനി ഉള്ള പോരാട്ടം എന്ന് പറയുന്നത്, ഈ പോരാട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗരത്വ നിഷേധത്തിന്റെ ഈ പോരാട്ടം ഒരുപക്ഷെ ഈ ഒരു പൊളിറ്റിക്സിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ 1930-കൾ വരെ വളരെ ശക്തമായിട്ട് തന്നെ നടന്നിരുന്ന ഈ പോരാട്ടങ്ങളെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ പൗരത്വ പ്രക്ഷോഭങ്ങളെ കാണേണ്ടത്. പൗരത്വ നിഷേധം എന്ന് പറയുന്നതിനെ ആദർശമാക്കിയ, ഐഡിയോളജി ആക്കിയ ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരെ സാമൂഹിക നീതിയുടെയും സാമൂഹിക സമത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ഇപ്പം നമുക്കറിയാം അംബേദ്കർ ഭരണഘടന ഡ്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ചേർക്കാൻ പറഞ്ഞു. ഇപ്പം ഈ സംഘ്പരിവാർ പറയുന്നത്, അപ്പം ഗോൾവാൾക്കർ മുതലുള്ള ആളുകൾ പറയുന്നത് ഒരൊറ്റ രാഷ്ട്രം, ഒരൊറ്റ ജനത, ഒരൊറ്റ സംസ്കാരം, ഒരൊറ്റ ഭാഷ, ഇങ്ങനെ എല്ലാം തന്നെ ഒരു യൂണിറ്റി, എല്ലാം ഒരൊറ്റ രീതിയിൽ പോകുന്ന ഒരു രാഷ്ട്രഘടനയെക്കുറിച്ചാണ് സങ്കല്പിക്കുന്നതെങ്കിൽ വിവിധ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും എങ്ങനെയാണ് ഒരൊറ്റ നാഷൻ മുന്നോട്ട് കൊണ്ടുപോവുക? എന്താണ് അതിനെ ബന്ധിപ്പിക്കുന്ന ഗ്ലൂ എന്തായിരിക്കണം? അതൊരിക്കലും ഹിന്ദു ദേശീയവാദമായിരിക്കരുത്, മറ്റെന്തുമായിരിക്കരുത്. മറിച്ച് അത് സ്വാഭാവികമായിട്ടും ഫ്രട്ടേണിറ്റി എന്നുള്ളൊരു സങ്കല്പം, ഒരു യൂണിറ്റി, കൃത്രിമമായിട്ട് പടച്ചുണ്ടാക്കുന്ന ഒരു യൂണിറ്റി അല്ല, ഫ്രട്ടേണിറ്റി എന്ന സങ്കല്പം ഇന്ത്യയിൽ വളരെ പ്രബലമായിരുന്ന മൈത്രി, യഹ്വ, സുഹ്ബ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. മറ്റുള്ള ഒരാളെ സഹോദരനായി കാണാനും അവന്റെ വ്യത്യാസങ്ങളെ മാനിക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു സന്നദ്ധത ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഫ്രട്ടേണിറ്റി ജനാധിപത്യത്തിൻ്റെയും മുകളിൽ വെക്കേണ്ട ഒരു പ്രിൻസിപ്പിളായി അംബേദ്കറിനെ പോലുള്ള ആളുകൾക്ക് തോന്നുകയും അത് പ്രിയാമ്പിളിൽ എഴുതി ചേർക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റും, കൃത്രിമമായി ഉണ്ടാക്കുന്നൊരു ഏകാത്മക ദേശീയതയെ, ഹിന്ദുത്വ വ്യാഖ്യാനത്തിനനുസരിച്ചുള്ളൊരു ദേശീയതയെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള സങ്കല്പം നടക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ മറ്റൊരു ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൃത്രിമമായിട്ടുള്ള ഒരു ഹിന്ദു ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഹിന്ദു സങ്കല്പത്തെ ഉണ്ടാക്കിയെടുക്കുകയും മറ്റുള്ള സമുദായങ്ങളെ മുഴുവനും
അവരുടെ സ്വത്വങ്ങളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യം ആണ് അതിൻ്റെ പിറകിലുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പൗരത്വ നിഷേധം എന്ന് പറയുന്ന അത് നമുക്കറിയാം. ഇപ്പം നമ്മൾ ഒരുപക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ ന്യൂറംബർഗ് ട്രയലുകളെ കുറിച്ചൊക്കെ ഉണ്ട്. പൗരത്വ നിഷേധം എങ്ങനെയാണ് സ്റ്റേറ്റ് വയലൻസിനെതിരെയും അതുപോലെ തന്നെ ഭരണകൂട വയലൻസിനും ഹ്യൂമൻ റൈറ്റ് ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് ക്രൈമുകൾ നോക്കുക, വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്പീച്ചുകൾ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൊലപാതകങ്ങൾ, തെരുവുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ, ആളുകളുടെ വസ്ത്രത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ ആളുകളുടെ വിശ്വാസ ആചാരങ്ങളുടെ പേരിൽ തെരുവുകളിൽ ആളുകൾ മർദ്ദിക്കപ്പെടുന്ന അവസ്ഥ, കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ. അത് ഏതെങ്കിലും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഹാർപൂർ വെർഡിക്റ്റ്, യു പിയിലുള്ള ഹാർപൂറിൽ ഒരാളെ കൗ വിജിലാൻ്റെ ഗോസംരക്ഷകർ അടിച്ചു കൊന്നിരുന്നു 2018. അപ്പോൾ ഇതിൻ്റെ ചിത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഈ അടിച്ചു കൊന്നിട്ടുള്ള കലീമുദ്ദീൻ എന്നുള്ള ആളെ നാട്ടുകാർ മൊത്തം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് മുന്നിൽ നടക്കുന്നത് ആരാന്നറിയോ? അവിടെയുള്ള പോലീസാണ്. പൗരന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഈ ഒരു കൗ വിജിലാൻ്റെ കമ്മ്യൂണിറ്റിക്ക് സംരക്ഷണം കൊടുക്കുകയും കൂടെ ഉണ്ടായിരുന്ന നഈമുദ്ദീൻ എന്ന് പറയുന്ന സുഹൃത്തിനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അയാൾ മരണപ്പെട്ടു, കാർ ആക്സിഡന്റ് നിലനിൽക്കാണ്. പക്ഷേ ഡൽഹിയിലുള്ള ചില സന്നദ്ധ സംഘടനകൾ അത് ഏറ്റെടുക്കുകയും APCR തുടങ്ങിയുള്ള സംഘടനകൾ അത് ഏറ്റെടുക്കുകയും ആ പോരാട്ടത്തിൽ ഒരുപക്ഷെ കീഴ്ക്കോടതി അവരെ ശിക്ഷിക്കാൻ വിധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി, ഇതാണ് ഇന്ത്യയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇത് പൗരത്വ നിഷേധം എന്ന് പറയുന്നത് സംഘ് പരിവാറിൻ്റെ ഈ ഒരു അജണ്ട നടപ്പിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലുള്ള വിവിധ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം, നീതി തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളെ അടിയറവ് വെക്കാനുള്ള ആഹ്വാനമാണ്. കാരണം ഇത് മുമ്പ് തന്നെ അവരുടെ ആചാര്യന്മാർ അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഈ വർണ്ണ മോഡൽ എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു മോഡലാണെന്നും ആ മോഡൽ ഉച്ചനീചത്വങ്ങളില്ല എന്നുള്ളതും ആ ഉച്ചനീചത്വങ്ങളില്ലാത്ത ഈ മോഡൽ പിന്തുടർന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് അതിൻ്റെ ഗ്ലോറി ഉണ്ടായതെന്നും അത് പിന്തുടർന്നതുകൊണ്ട് ഇന്ത്യക്ക് ഒരു നഷ്ടമുണ്ടായിട്ടില്ല എന്നും അവർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇത് പലപ്പോഴും ഗോൾവാൾക്കർ തന്നെ എഴുതിയിട്ടുള്ളത് പോലെ ഈ മോഡലുകളെ മുഴുവനും യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാത്വികരായിട്ടുള്ള മനുഷ്യരാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത്. അതാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ അധികാര ഭീതി, കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിറ്റികൾക്ക് വന്നുള്ള അധികാര ഭീതി പിൽക്കാലത്ത് ഒരു ഹിന്ദു മെജോറിറ്റേറിയൻ യുക്തിയിലേക്ക് പോവുകയും മുസ്ലിം എന്ന അപരനെ സൃഷ്ടിച്ചുകൊണ്ട് എപ്പോഴെല്ലാം ഇന്ത്യയിലുള്ള കീഴാള ജനവിഭാഗങ്ങൾ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ അപ്പോൾ ഒരു മുസ്ലിം അപരനെ സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ് ഒരുപക്ഷെ 1920-കൾ മുതൽ നമുക്ക് കാണാൻ പറ്റും. 80-കളിൽ മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കുമ്പോഴാണ്, അതിൻ്റെ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് ഇന്ത്യയിൽ കമണ്ഡൽ എന്നുള്ള പേരിൽ എൽകോ അദ്വാനിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മൊബിലൈസേഷൻ വരുന്നത്. എന്ന് മാത്രമല്ല, എൽകോ അദ്വാനി എന്നൊരു പ്രസ്താവന നടത്തി, ഇന്ത്യയിൽ ഹിന്ദു ഇൻട്രസ്റ്റ് സ്ഥാപിക്കുന്ന ഏത് ഇനി ഹിന്ദു ഇൻട്രസ്റ്റിനെ സ്ഥാപിക്കാതെ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നത്. അപ്പം ഈ സങ്കല്പങ്ങളിലൂടെ ഇന്ത്യയുടെ വളരെ മൗലികമായിട്ടുള്ള ഘടനയെ തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമവും പൗരത്വ നിഷേധം എന്നുള്ള മൗലികമായ രാഷ്ട്രീയ പ്രശ്നം. കാരണം ഒരുപക്ഷെ ഇന്ന് CAA NRC ഇതൊക്കെ നടപ്പിലാക്കുന്നതോടുകൂടി അതിൻ്റെ ആദ്യ സ്റ്റേജ് എന്ന നിലക്ക് പൗരത്വത്തെ മതകീയമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ നമുക്കറിയാം, NRC പോലുള്ള പ്രൊസീജിയർ നേരത്തെ വിശദീകരിച്ചു. ആസാമിൽ കൊണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവർ മുസ്ലിങ്ങളെ മാത്രമായിരിക്കില്ല. കാരണം എല്ലാവരുടെയും പൗരത്വം സസ്പീഷ്യനിലാണ്. മുസ്ലിങ്ങളെയാണ് അവർ ഡിമാർക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രോബ്ലം ക്രിയേറ്റേഴ്സ് എന്നുള്ള നിലക്ക് മാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതോടുകൂടി പൗരത്വം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾ ഇന്ത്യയിൽ ജനിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നാച്ചുറലൈസ് ചെയ്യുന്ന പൗരത്വം വീണ്ടും തെളിയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. 1906 സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ വലിയൊരു ശ്രദ്ധേയമായിട്ടുള്ള സമരം നടത്തിയിരുന്നു. ആ സമരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവിടെ ഇന്ത്യൻ മൈഗ്രൻസ് അതിനോട് അവിടുത്തെ വൈറ്റ് റിജീം പറഞ്ഞു, നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് പുതിയ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കണം, നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ കാണിച്ച് നിങ്ങളുടെ പൗരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ
അവിടുത്തെ ഇന്ത്യക്കാരെ മുഴുവൻ തീരുമാനിച്ച് ഞങ്ങൾ അതിന് പോണില്ല. കാരണം അതിലും വലിയ അപമാനം എത്രയോ കാലങ്ങളായിട്ട് അവിടെ കുടിയേറി പാർത്തിരുന്ന ഇന്ത്യക്കാരോട് മുഴുവനും വന്നുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ ഡോക്യുമെന്റുകൾ, രജിസ്ട്രേഷൻ ആക്ട് ഓഫ് ട്രാൻസ്ഫേഴ്സൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരുടെയും ഡോക്യുമെന്റുകൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അന്ന് അവരെല്ലാവരും കൂടി തീരുമാനിച്ചു ഫെയിൽ ടു ഗോ ടു ഈ ഡോക്യുമെന്റേഷൻ. ഒരാളും ഈ ഡോക്യുമെന്റേഷന് പോകുന്നില്ല എന്നുള്ളൊരു സമരം 1906 ഇന്ത്യക്കാർ നടത്തിയത്. അപ്പോൾ ഇതുപോലെ കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും പൗരത്വം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അസാമിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഹർസിംഗ് പോൾ എന്ന് പറയുന്ന ഒരാളുടെ ഒരു സംഭവം പലരും വിവരിച്ചിട്ടുണ്ട്. 75 വയസ്സായിട്ടുള്ള ആ മനുഷ്യൻ, അയാൾ മുസ്ലിം അല്ല, ആ മനുഷ്യന് രോഗിയായിരുന്നു. ആ മനുഷ്യൻ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന് മരിച്ചു. കാരണം NRC നടപ്പിലാക്കിയപ്പോൾ പുള്ളി ലിസ്റ്റിലില്ല, പുള്ളിയുടെ മക്കളൊക്കെ ലിസ്റ്റിലുണ്ട്. പുള്ളി ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു. പക്ഷെ മക്കൾക്ക് ആ ബോഡി വാങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താ? അയാൾ ഇന്ത്യൻ പൗരനല്ല, ഇന്ത്യൻ പൗരനല്ല, ബംഗ്ലാദേശ് പൗരനല്ല, പാകിസ്ഥാൻ പൗരനല്ല, ഏത് പൗരനാണെന്ന് അറിയാതെ ആ ബോഡി ബറി ചെയ്യാൻ പോലും സാധിക്കാതെ മരണമടഞ്ഞ ആളുകൾ അസാമിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, പിന്നെ ഒരുപക്ഷെ പിന്നീട് നിയമനിർമ്മാണം നടത്തി വീണ്ടും ഇത് ചെക്ക് ആൻഡ് ബാലൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചത് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന പൗരത്വത്തെ പോലും പ്രതിസന്ധിയിലാക്കുകയും പൗരത്വം എല്ലായ്പ്പോഴും നിരന്തരം ഒരു ക്രൈസിസിലാകുകയും അകപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ സംജാതമാക്കുകയും ചെയ്യുക എന്നതിലൂടെ അവകാശങ്ങളില്ലാത്ത പൗരന്മാരായി അവരാഗ്രഹിക്കുന്ന ആളുകളെ മാറ്റിയെടുക്കുകയും, നേരത്തെ പറഞ്ഞ പോലെ പ്രിവില്ലേജുകൾ, ഒരു കൂട്ടം ആളുകൾക്ക് പ്രിവില്ലേജുകളും മറ്റൊരു കൂട്ടം ആളുകൾക്ക് ഒരു തരത്തിലുള്ള മനുഷ്യ പദവി പോലും ഇല്ലാത്തൊരവസ്ഥ സംജാതമാക്കുന്നതിൽ ആദ്യപടിയിൽ മുസ്ലിങ്ങളെയാണ് ആദ്യമായിട്ട് അവർ ഉന്നം വെക്കുന്നത്. മുസ്ലിം വംശഹത്യ ഒരുപക്ഷെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗുജറാത്ത് മുതലുള്ള സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ വംശഹത്യക്ക് ഒരുപക്ഷെ നിയമപരമായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാവുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ. കാരണം നിങ്ങൾക്ക് അവകാശങ്ങൾ ചോദിക്കാൻ പോലുള്ള അവകാശമല്ല. ഗുജറാത്തിലെ ബിൽക്കീസ് ബാനുവിന് ഇപ്പോൾ കോടതിയിൽ പോവാം. നാളെ ഡിറ്റൻഷൻ ക്യാമ്പിൽ പോയ ഒരാൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളെ മർദ്ദിച്ചാൽ, നിങ്ങളെ ആക്രമിച്ചാൽ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്റ്റാറ്റസാണ് ഈ പൗരത്വമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമി പൗരന്റെ ഗതികേട് പോലെ മക്കൾക്ക് അവസാനമായിട്ട് എവിടെയാണ് ഞങ്ങളുടെ പിതാവിനെ അടക്കേണ്ടത് എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിത്തീരുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കരായിട്ടുള്ള പ്രക്ഷോഭം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ, ഇന്ത്യയിലെ ജീവിതത്തെ, ഇന്ത്യയുടെ ഡെമോക്രസിയെ, അതുപോലെ തന്നെ ഒരു വലിയൊരു വംശഹത്യയിലേക്ക് പോകുന്ന വംശഹത്യ പ്രോസസ്സിനെ എനാബിൾ ചെയ്യുന്ന ഒരു നിയമത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന നിലക്ക് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള മെജോറിറ്റേറിയൻ ഭൂരിപക്ഷവാദത്തിനെതിരായി സമുദായങ്ങളുടെ അസ്തിത്വത്തെ, സമുദായങ്ങളുടെ സഹവർത്തിത്വത്തെ, ഫ്രട്ടേണിറ്റിയെ, യൂണിറ്റി എന്ന് പറയുന്നത് എന്ന സങ്കല്പം ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന യൂണിറ്റിക്ക് പകരം ഒരുപക്ഷെ ഇന്ത്യയിലുള്ള അംബേദ്കർ ഉൾപ്പെടെയുള്ള കീഴാള ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ വ്യത്യസ്തതകളെ മാനിച്ചുകൊണ്ടുള്ള ഒരു ഫ്രട്ടേണൽ സ്പിരിറ്റ് സംജാതമാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായിട്ടുള്ള സമരങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ തീർച്ചയായിട്ടും അത് പുതിയ ചോദ്യങ്ങൾ ചോദിക്കണം. ഒരുപക്ഷെ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കണം. എന്താണ് ഇന്ത്യയിലുള്ള ഈ സമുദായങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ ജാതി സെൻസസിന് വേണ്ടിയിട്ടുള്ള വാദഗതികൾ അവിടെ പ്രധാനമാവുന്നത് കൊണ്ടാണ്. എന്താണ് ഞങ്ങളുടെ സ്റ്റാറ്റസ്? എന്തുകൊണ്ടാണ് ഈ കേവലം 10% മാത്രമുള്ള ആളുകൾ എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചു വരുന്നത്? സമുദായങ്ങൾ എന്ന കാറ്റഗറി എന്തുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല? അതുപോലെ ഇന്ത്യയിലുള്ള മതന്യൂനപക്ഷങ്ങൾ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ, അവർക്ക് ഈ സർക്കാർ കൊടുക്കുന്ന ഒരു അക്കോർഡ് എന്താണ്? അവരോടുള്ള കോൺട്രാക്ട് എന്താണ്? പാർട്ടീഷന്റെ സമയമായതുകൊണ്ട് തന്നെ ഇപ്പം മതന്യൂനപക്ഷങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റിൽ തന്നെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് വലിയൊരു ഡ്രാഫ്റ്റ് സർദാർ വല്ലഭായ് പട്ടേലിനെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ പാർട്ടീഷന്റെ സമയമായതുകൊണ്ട് ആ ചർച്ചകൾ ഒഴിവാകിപ്പോവുകയും നമുക്കറിയാം സച്ചാർ കമ്മിറ്റിയൊക്കെ വന്നതോടുകൂടി എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ്? അപ്പോൾ പൗരത്വ സങ്കല്പത്തെ കൂടുതൽ ഡീപ്പൻ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേവലമായിട്ടുള്ള ലീഗൽ സ്റ്റാറ്റസ് എന്നതിനപ്പുറം സാംസ്കാരികവും സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള പൗരത്വത്തിൻ്റെ വിവക്ഷകളെ കൂടുതൽ ഡീപ്പൻ ചെയ്യുകയും അതിൽ സമുദായങ്ങളുടെ റോളിനെ കൃത്യപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള
ഒരു പ്രക്ഷോഭത്തിലേക്കും ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് തീർച്ചയായിട്ടും പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരങ്ങൾ പോവേണ്ടതുണ്ട് എന്നുള്ളതും വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ക്യാമ്പയിൻ മാത്രമല്ല. സാധാരണ ഒരു ക്യാമ്പയിൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു പ്രത്യേക രീതിയിലുള്ളൊരു സംഗതിക്കെതിരായുള്ള ക്യാമ്പയിൻ മാത്രമല്ല. അപ്പോൾ ഒരു ന്യൂക്ലിയർ ഡാമിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ മാത്രമല്ല. ഈ സന്ദർഭത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപക്ഷെ ഇന്ത്യയിൽ അംബേദ്കർ പറഞ്ഞിട്ടുള്ള കോൺട്രഡിക്ഷൻ, ലൈഫ് ഓഫ് കോൺട്രഡിക്ഷൻ, ഈ ലൈഫ് ഓഫ് കോൺട്രഡിക്ഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ചോദ്യങ്ങൾ, സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ തീക്ഷ്ണമായി ചോദിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള ഈ പൗരത്വ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും CAA-NRC വന്ന സമയത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയും അത് ഷാഹിൻബാഗിലെ ഉമ്മമാരും യൂണിവേഴ്സിറ്റികളിലുള്ള പെൺകുട്ടികളും എല്ലാ നാടുകളിലുള്ള ആളുകളും ഉറക്കെ പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും ഈ ലാൻഡിന് മേലുള്ള ഞങ്ങളുടെ അവകാശത്തെ നിങ്ങളുടെ ഒരു കടലാസ് കൊണ്ട് തിരസ്കരിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങളുടെ ചരിത്ര പാരമ്പര്യത്തെ നിങ്ങളുടെ കടലാസ് കൊണ്ട് നിങ്ങൾക്ക് തിരസ്കരിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾ നടത്തിയിട്ടുള്ള സാമൂഹിക പോരാട്ടത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ നിങ്ങളുടെ ഒരു തിട്ടൂരം കൊണ്ട് അട്ടിമറിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളൊരു ധീരമായ പ്രഖ്യാപനം അന്ന് നടത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ആ ഒരു പ്രക്ഷോഭം ഒരു പുതിയ ഒരു ദിശയിലേക്ക് പോകേണ്ട ഒരു സന്ദർഭമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് കേവലം ഒരു ഇലക്ഷൻ ടാക്ടിക്സോ ഇലക്ഷൻ സ്റ്റണ്ടോ അല്ല. ഹിന്ദുത്വ രാഷ്ട്രീയം നൂറ്റാണ്ടുകളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സങ്കല്പത്തെ അവരുടെ രീതിയിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപക്ഷെ പുതിയൊരു രാഷ്ട്രീയ ഘടന വരുമോ, ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അന്തരീക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഇന്ത്യയിലെ ജനതകളുടെ ബാധ്യതയായിട്ട് തന്നെ ഏറ്റെടുക്കേണ്ട സമയം. നമുക്കറിയാം, ഈ പ്രക്ഷോഭങ്ങൾ മുഴുവൻ തുടങ്ങിയത് വലിയ വലിയ ആളുകളൊന്നുമല്ല. CAA-NRCക്കെതിരെയുള്ള പ്രക്ഷോഭം ആസാമിലെ ഗിരിവർഗ മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഏറ്റവും ദുർബലരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ, ഷാഹിൻബാഗിലെ ഒക്കെയുള്ള സ്ത്രീകളും ഉമ്മമാരും പ്രായം ചെന്ന ഉമ്മമാരും ഒക്കെ നടത്തിയിട്ടുള്ള സമരങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ്. ഇതൊരു പുതിയ ഒരു രാഷ്ട്രീയ ദിശയിലേക്ക് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ പുനഃസംവദിക്കാനുള്ള സമരങ്ങളാണ്. ആ സമരങ്ങളെ അതുപോലെ കാണുകയും ഈ CAA പ്രക്ഷോഭം, പൗരത്വ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ പുനഃസംവദിക്കാനുള്ള പ്രക്ഷോഭങ്ങളായിട്ട് കാണുകയും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഈ ജനതകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ കീഴാളരാക്കപ്പെട്ട ജനസമൂഹങ്ങളുടെ, ജനാധിപത്യ ബോധമുള്ള ജനസമൂഹങ്ങളുടെ ഈ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള, അവരുടെ ചരിത്ര പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള, യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഈ പോരാട്ടങ്ങൾക്ക് കൃത്രിമമായി പടച്ചുണ്ടാക്കുന്ന നിർമ്മിതികൾക്ക് അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ചരിത്രത്തിൽ അങ്ങനെ പിടിച്ചു നിന്നിട്ടുമില്ല. നമുക്കറിയാം, ഹിറ്റ്ലറെ പോലുള്ള വലിയ ആളുകൾ ഇതുപോലെ ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്ത ആളാണ്. പക്ഷേ അവർക്കാർക്കും ഈ ചരിത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഇവർക്കും ഒരുപക്ഷെ ഇന്ന് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ ദിശാബോധത്തോടു കൂടി ഈ പ്രക്ഷോഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ പ്രക്ഷോഭങ്ങൾ ആരേറ്റെടുത്താലും ആരേറ്റെടുത്തിട്ടില്ലെങ്കിലും ജനത എന്ന നിലക്ക് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നും, സാഹോദര്യം എന്ന ഭാവത്തെ മുൻനിർത്തി, ഫ്രട്ടേണിറ്റി എന്ന ഭാവത്തെ മുൻനിർത്തി വ്യത്യസ്ത ജാതി മതഭേദ വിഭാഗങ്ങൾക്ക് അവരുടെ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമെന്നും. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു, വളരെ എവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഇപ്പോൾ ഹൈറാർക്കി, ശ്രേണീകൃതമായിട്ടുള്ള ഒരു ക്രമമാണല്ലോ എല്ലാത്തിൻ്റെയും ക്രമമായി, ദൈനംദിന ജീവിതത്തിൻ്റെ തന്നെ ക്രമമായിട്ട് നമ്മുടെ മുമ്പിൽ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഹിന്ദുത്വ ദേശീയവാദം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും, ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്രശ്നം വന്നു, ഒരുപാട് ആളുകൾ എന്തോ ഒരു സംരംഭത്തിന് സംഭാവന നൽകിയിരിക്കുന്നു, അപ്പോൾ അതെങ്ങനെ എഴുതണം? അപ്പോൾ നമ്മളിങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് കോളട്ട് എഴുതിയാൽ ഒരാളുടെ പേര് മുന്നിൽ വരും, മറ്റൊരാളുടെ പേര് സെക്കൻഡ് വരുള്ളൂ, അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും.
അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഗുരു പറഞ്ഞു അതങ്ങ് വട്ടത്തിലെഴുതിയാൽ പോരെ എന്ന് പറഞ്ഞു. വട്ടത്തിലെഴുതിയാൽ ആരും മുന്നിലുമല്ല ആരും പിന്നിലുമല്ല, എന്നാൽ എല്ലാവരെയും അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ദേശസങ്കല്പം. നീളത്തിൽ എഴുതുന്നതിന് പകരം വട്ടത്തിൽ എഴുതിയാൽ സാധ്യമാകുന്ന ഈ ഒരു സങ്കല്പം, ഈ ഒരു ദേശീയതയുടെ സങ്കല്പമാണ് നമ്മുടെ ദേശീയത സങ്കല്പം. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ ദേശീയ സങ്കല്പം അത് ഹൈറാർക്കിക്കലായിട്ടുള്ളൊരു ദേശീയ സങ്കല്പമാണ് എന്ന് മാത്രമല്ല അത് അവകാശങ്ങളില്ലാത്ത ഒരു ദേശീയ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റി എന്ന സങ്കല്പത്തെ മുൻനിർത്തി, സാഹോദര്യഭാവത്തെ മുൻനിർത്തി ഈ സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും പൗരത്വ നിഷേധം എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാനും ഈ പൗരത്വ നിഷേധത്തിലേക്ക് നയിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയെയും ഹിന്ദു ഭൂരിപക്ഷ നിർമ്മിതിയെയും ചോദ്യം ചെയ്യുവാനും നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ കാണാനിരിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയമായിരിക്കും, പുതിയൊരു ജനാധിപത്യമായിരിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രമപ്രദമായി ഹൈറാർക്കിക്കലായി മാത്രമല്ല എല്ലാവർക്കും ഒരുമിച്ച് വട്ടത്തിലിരുന്ന് അവരുടെ വ്യത്യസ്തതകൾ ആസ്വദിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും പാട്ടുപാടാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായും ആ സാഹചര്യം പുലരുക തന്നെ ചെയ്യും. ആ സാഹചര്യം പുലരുന്നതിന് വേണ്ടി ഇത്തരം പ്രക്ഷോഭങ്ങൾ സുദീർഘമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് നമ്മൾ ആർജിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യം.